ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഞായറാഴ്ചയായിട്ട് എന്നാ പരിപാടി? ഞങ്ങള് രണ്ടുപേരും ഉള്ളൂ. മക്കള് രണ്ടുപേരും പോയി. പിന്നെ നമ്മുടെ നീനൂസിയും രാജപ്പനും ഞങ്ങളെല്ലാവരും കൂടി കുക്കിംഗ് ആണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. നമ്മുടെ അടുക്കളയുടെ ഒരു പ്രത്യേകതയെ ഇവിടെ നിന്ന് കുക്ക് ചെയ്യാൻ നേരം നമുക്ക് ഗാർഡൻ ഫുള്ള് കാണാം. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നേട്ട് ഒരു സുന്ദരി മൈനപ്പെണ്ണ് കുളിയൊക്കെ കഴിഞ്ഞ് പോകുന്നു. അപ്പുറത്ത് ദേ ഒരു അണ്ണാരക്കുട്ടൻ എൻ്റെ ചെടിയുടെ കിഴങ്ങുകളെല്ലാം മാന്തിക്കൊണ്ട് പോന്നേ. നമുക്ക് ഞായറാഴ്ചയുടെ ഓരോരോ ഓർമ്മകളെ ഞങ്ങൾ ഇന്നലെ ഇങ്ങനെ സംസാരിക്കുമായിരുന്നേ. നമുക്ക് നാട്ടിൽ പണ്ടൊക്കെ ഞായറാഴ്ചയാണല്ലോ, സ്കൂളില്ല, ജോലിയില്ല, എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കുന്ന ദിവസം ഞായറാഴ്ചയാണല്ലോ. അപ്പൊ എനിക്ക് ഞായറാഴ്ചയെ പറ്റി ഓർക്കുമ്പോൾ ഏറ്റവും നല്ല മണമുള്ള ഓർമ്മകളാണ് നമ്മുടെ കള്ളപ്പം ഇല്ലേ. നിങ്ങളുടെ നാട്ടിലൊക്കെ എന്നാ പറയുന്നത്, വെള്ളയപ്പം എന്നാണോ? ഇത് ഉള്ളി അരച്ചുണ്ടാക്കിയതാ കേട്ടോ. ഒരു കള്ളപ്പത്തിന്റെ പോലത്തെ മണം വരും. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നല്ല സോഫ്റ്റ് വെള്ളയപ്പം. സാബുജിക്കാണേൽ ഇഷ്ടം കപ്പയും ബീഫ് കറിയോ കപ്പയും മീൻകറിയോ ഒക്കെ ഉണ്ടെങ്കിൽ അതാണ് സാബുജിയുടെ ഇഷ്ട ഭക്ഷണം. എനിക്കാണെങ്കിൽ അപ്പമാണ് ഇഷ്ടം. ലോകത്ത് എവിടെയാണെങ്കിലേ എനിക്ക് രാവിലെ ഇച്ചിരി കപ്പയും കറി, മീനാണ് ഏറ്റവും ഇഷ്ടം, ബീഫാണേലും കുഴപ്പമില്ല. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം. നാട്ടിലെ ഓർമ്മ വരുന്നുണ്ടോ? നമ്മളെപ്പോഴും എപ്പോഴും കപ്പ വാങ്ങി കഴിയൂല്ലോ ഇവിടെ. അതുകൊണ്ട് കപ്പ ഒരിക്കലും മിസ്സായിട്ടില്ല. നമ്മളിവിടെ വന്ന കാലത്തൊക്കെ കപ്പ കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പൊ പക്ഷെ ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ പോലും കപ്പ വയ്ക്കാൻ തുടങ്ങി. ഞങ്ങൾ രാവിലെ ജോലിക്കൊക്കെ പോകുമ്പോൾ ഞങ്ങൾ കഴിക്കുന്നത് സ്മൂതിയാണ്. ഞങ്ങൾ അതിൻ്റെ ഒരു വീഡിയോ ഇട്ടിരുന്നു. അപ്പം ഇന്ന് സൺഡേ ആയതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ സാധനങ്ങൾ ഉണ്ടാക്കിയത് കേട്ടോ. അല്ല ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിപ്പൊന്നുമില്ല. അപ്പം എനിക്ക് ഈ വെള്ളയപ്പത്തിൻ്റെ മണം ഭയങ്കര ഇഷ്ടമാണ്. നല്ലൊരു മണമല്ലേ. എന്നെ അങ്ങ് കൂട്ടിക്കൊണ്ട് എൻ്റെ ചെറുപ്പകാലത്തിലേക്ക് പോകുക. എനിക്ക് കറി ഇഷ്ടമില്ല രാവിലെ, അതുകൊണ്ട് പഴം കൂട്ടിയാണ് ഞാൻ കഴിക്കുന്നത്. പിന്നെ ഒരു ഇംഗ്ലീഷ് കോഫി. എൻ്റെ കപ്പ് കണ്ടിട്ട് ആരും പേടിക്കല്ലോ കേട്ടോ. എന്നോട് ഈ കപ്പ് കാണുമ്പോൾ ആൾക്കാർ പറയും ഇതിനകത്ത് മുങ്ങി മരിക്കില്ലെന്ന്. ഞങ്ങളങ്ങനെ പക്ഷിയുടെ കുളിസീനും കണ്ട് രാവിലെ അപ്പവും കപ്പയൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടി ഇരിക്കുക. അപ്പം നിങ്ങളുടെയൊക്കെ പരിപാടിയൊക്കെ എന്നാന്ന് പറയണേ. ഞായറാഴ്ച സ്പെഷ്യൽ നമുക്ക് മാത്രം പോരല്ലോ, നമ്മുടെ മക്കൾക്കും വേണ്ടേ അല്ലേ? അപ്പം മക്കൾക്ക് മുട്ട പുഴുങ്ങിയത്. എന്നാരായപ്പാ അമ്പോ ഗുഡ് ബോയ് ആണേ.